നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യെശയ്യാ പ്രവചനത്തിൽ 64-ാം അധ്യായം 1-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 64 വേഴ്സ് 1. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ ദൈവത്തിൻ്റെ അരൂപിയുടെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും വേഗം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും കുടുംബവും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ദൈവത്തോട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി എളിമപ്പെട്ട് യാചിക്കുകയാണ്. ഈ അരൂപിയാണ് നമ്മുടെ അവാച്യമായ നെടുവീർപ്പുകളെ ദൈവസന്നിധിയിലേക്ക് ഒരു പ്രാർത്ഥനയായി സമർപ്പിക്കുന്നത്. ഈ ആത്മാവാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ സഹായിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് യേശുവിനെ കർത്താവായി ആരാധിക്കാൻ നമ്മെ സഹായിക്കുന്നത്. അനുതാപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പാപമോചനത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. തിരിച്ചറിവ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. വെളിപാടുകൾ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാഹിക്കുന്നവർക്കെല്ലാം ഈ പരിശുദ്ധാത്മാവ് ലഭിക്കും. ആഗ്രഹിക്കുന്നവർ ചോദിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് യേശു ആത്മാഭിഷേകത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. പാപിയും ബലഹീനനുമായ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. വചനം കേൾക്കാം, വചനം കേൾക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ഈ ജീവിതം ദൈവത്തിന് വേണ്ടി അർപ്പിക്കാം, ഈ ജീവിതം ദൈവത്തിന് വേണ്ടി അർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഉണർവിന്റെ ശക്തി, അഭിഷേക ശക്തി, വചന ശക്തി, സ്നേഹത്തിന്റെ ശക്തി, അത്ഭുത ശക്തി, അത്ഭുത ശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി
ശക്തിയോടെ കൈയടിച്ച് ഉണർവോടെ കൈയടിച്ച് കണ്ണുകൾ അടച്ച് സ്തുതിക്കുന്നു, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഓ അരുവിയേ ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ സമൂഹത്തിലേക്ക് കൃപകൾ വ്യാപരിക്കട്ടെ. അഭിഷേക ശക്തിയെ അയക്കണമേ. ആകാശം പിളർന്നിറങ്ങി വരണമേ, ആകാശം പിളർന്നിറങ്ങി വരണമേ. സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യുന്ന കർത്താവ് ഓരോ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഓരോ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അഭിഷേകത്താൽ പൂരിതമാകട്ടെ, ജ്ഞാനത്താൽ പൂരിതമാകട്ടെ, കൃപാവരങ്ങളാൽ പൂരിതമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ തീരെ ചെറിയവരാണ്. പരിശുദ്ധാത്മാവേ, ഇടം വലം തിരിച്ചറിവില്ലാത്ത നിരവധി നിവാസികളെ പോലെ പരിശുദ്ധാത്മാവേ, ക്ഷണനേരം കൊണ്ട് തവിടുപൊടിയാകുന്ന വിധം ദുർബലരാണ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മഹാശക്തി നിറയ്ക്കണമേ, അങ്ങയുടെ മഹാസ്നേഹം നിറയ്ക്കണമേ, അങ്ങയുടെ മഹാവാത്സല്യം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, എളിയ മക്കളെ സ്പർശിക്കണമേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണമേ. നെടുവീർപ്പുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവെ അങ്ങയുടെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. ശാന്തമായി നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവസന്നിധിയിൽ വീമ്പടിക്കരുത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുലിഖിതം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 14. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നിരവധി വ്യക്തികൾ അവരുടെ ജീവിതങ്ങളിൽ ദൈവസന്നിധിയിൽ തിരസ്കൃതരാകപ്പെടുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഒരു വിലയുമില്ലാത്തതുപോലെ പുറം തള്ളപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാരണം വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ വീമ്പടിക്കലാണ്. നമ്മുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു താൻ പോരിമാഭാവം. താൻ പോരിമാഭാവം എന്ന് പറഞ്ഞാൽ തനിക്ക് താൻ പോന്നവൻ എന്ന ചിന്ത. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ കൊള്ളാം, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരുവിധം നന്നായി ഞാൻ ജീവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സ്പിരിച്വൽ പ്രൈഡ് ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാനുള്ള സാധ്യതയിലാണ് നിന്റെ ജീവിതവും നിന്റെ പ്രാർത്ഥനയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 തിരുലിഖിതങ്ങൾ നമ്മുടെ രക്ഷിതാവായ യേശു വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുകയാണ്. പലരും വന്ന് എന്നോട് പറയും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഓക്കെ, നമ്മൾ ചെയ്തതിൻ്റെ പിൻബലത്തോടെ ചെന്നതാണ്. എന്തായി? ഇതാ തിരസ്കൃതനായി, ഇളിഭ്യനായി, അവിടുന്ന് പുറന്തള്ളപ്പെട്ട്, പെടലേക്ക് പിടിച്ച് തള്ളപ്പെട്ടതുപോലെ പുറന്തള്ളപ്പെട്ട് തല കുനിച്ചിറങ്ങി പോരേണ്ട സ്ഥിതിയായി. ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ വീം പഠിച്ചുകൊണ്ട് ചെല്ലരുത്. ദൈവസന്നിധി ചെല്ലുമ്പോൾ
ആത്മാവിൽ എളിമയും ഹൃദയത്തിൽ അനുതാപവും വേണം. വിശുദ്ധ ലിഖിതത്തിൽ യെശയ്യാ പ്രവചനത്തിൽ 66-ാം അധ്യായം 2-ാം തിരുലിഖിതം വചനത്തിൽ നമ്മുടെ ദൈവമായ കർത്താവ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ആ വ്യക്തിയുടെ മേലാണ് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളത്. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിന് പിന്നെയും പിന്നെയും സംപ്രീതി വർദ്ധിക്കുകയാണ്. കാരണം എളിമയും അനുതാപവും, അവിടെയാണ് ദൈവത്തിന് ദയ തോന്നുന്നത്. റോമാലേഖനം 9-ാം അധ്യായം 16-ാം തിരുലിഖിതം: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ദൈവത്തിന് ദയ തോന്നുന്നത് എവിടെയാണ്? ആരിലാണ് ദൈവത്തിന് ദയ തോന്നുന്നത്? എളിമയും അനുതാപവും, ഞാൻ ചെറുതാണ് എന്ന ആ ഒരു തിരിച്ചറിവുള്ളിടത്താണ് ദൈവം തൻ്റെ കൃപ വർഷിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 9 മുതൽ 14 വരെ തിരുലിഖിതങ്ങൾ ഫരീസയനായ ഒരു മനുഷ്യൻ വീമ്പടിച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് യേശു ചിത്രീകരിക്കുന്നുണ്ട്. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു എളിമയുള്ള പൈതലിൻ്റെ പ്രാർത്ഥനയും ഈശോ അവതരിപ്പിക്കുകയാണ്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 13-ാം തിരുലിഖിതം. ആ ചുങ്കക്കാരനാകട്ടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് നിലവിളിക്കുകയാണ്. യേശു ദൈവത്തിൻ്റെ ഇഷ്ടം ആ വ്യക്തിയുടെ മേൽ വന്ന് നിറയുന്നതിനെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തണം. ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുത്തിയും നമ്മൾ പ്രാർത്ഥിക്കണം. അതിൽ നമ്മൾ നിഷ്കർഷ പുലർത്തണം. യെശയ്യായുടെ പുസ്തകത്തിൽ 57-ാം അധ്യായം 15-ാം വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം, ദൈവം താൻ വസിക്കുന്ന ഇടത്തെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നൽകിയിട്ട് എവിടെയാണ് താൻ ഇഷ്ടത്തോടെ വസിക്കുന്നതെന്ന് വീണ്ടും ദൈവം വെളിപ്പെടുത്തുന്നതാണ് യെശയ്യായുടെ പുസ്തകം 57-ാം അധ്യായം 15-ാം വാക്യം. വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് ഞാൻ വസിക്കുന്നു എന്ന് തന്നെ പരിചയപ്പെടുത്തിയിട്ട് ഇതാ ദൈവം വീണ്ടും ഇഷ്ടത്തോടെ വെളിപ്പെടുത്തുകയാണ്. അനുതാപികളുടെ അടുത്ത് പോയി ഇഷ്ടത്തോടെ താമസിക്കാൻ ഇത് ദൈവം ഇറങ്ങി വരികയാണ്. വിനീത ഹൃദയരുടെ കൂടെ താമസിക്കുന്നു ഞാൻ എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. തന്നെ ചെറുതാക്കുന്നവരടുത്ത് ഇഷ്ടത്തോടെ വരുന്ന ദൈവം. ആമോസ് പ്രവചനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഇതിനെക്കുറിച്ച് ഒരു വളരെ രസകരമായ ഒരു പ്രതിപാദനം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി. രാജവിഹിതമായ പുല്ല് അരിഞ്ഞതിന് ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ വെട്ടുകിളി പറ്റത്തെ സൃഷ്ടിക്കുന്നു. അവൻ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, മാപ്പ് നൽകുക, ഞാൻ യാചിക്കുന്നു. യാക്കോബിന് എങ്ങനെ നിലനിൽക്കാനാവും? അവൻ തീരെ ചെറിയവനല്ലേ. കർത്താവ് അതിനെക്കുറിച്ച് അനുതപിച്ചു. ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച്. നോക്ക്, ഒരു ജനത്തിൻ്റെ മേൽ വലിയൊരു മഹാമാരി, ഒരു ശിക്ഷ, ഒരു ബാധ പിടിപെട്ട് അപ്പോൾ ദൈവത്തിൻ്റെ എളിയ ദാസൻ ചെന്ന് പറയാണ്, ഓ ദൈവമേ, മഹോന്നത, മാപ്പ്. യാക്കോബ് ചെറിയവനല്ലേ, അവൻ തീരെ ചെറിയവനല്ലേ, ദയ തോന്നണമേ, മാപ്പ് നൽകണമേ. അവൻ എങ്ങനെ നിലനിൽക്കാൻ പറ്റും? നോക്ക്, തന്നെ ചെറുതാക്കിയപ്പോൾ ദൈവം ആ തീരുമാനം മാറ്റി. അവൻ പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കുക, ഒരിക്കലും ദോഷം വരിക, ഈ ദാസൻ നിങ്ങൾക്ക് വരികയില്ല. ദൈവം കൂടെ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 4 മുതലുള്ള വാക്യങ്ങൾ, ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി. ഇതാ അവിടുന്ന് അഗ്നി അയച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു. അഗ്നി അഗാധങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി.
അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ മതിയാക്കുക, ഞാൻ യാചിക്കുന്നു. ഈ യാക്കോബ് എങ്ങനെ നിലനിൽക്കും? അവൻ തീരെ ചെറിയവനല്ലേ. കർത്താവ് അതിനെക്കുറിച്ച് അനുതപിച്ചു. ഇനി ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക്, തന്നെ തന്നെ എളിമപ്പെടുത്തി ആ സ്ഥലത്ത് അവിടെ കർത്താവ് അനുഗ്രഹം ചൊരിയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നോക്കുക, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അരികിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് നേർക്ക് നേർ നിന്ന് ചങ്ക് വിരിച്ച് പിടിച്ചിട്ട് കർത്താവേ സുഖപ്പെടുത്തു, അങ്ങനത്തെ ഒരു നിലപാട് അവൻ എടുത്തില്ല. അവനങ്ങോട്ട് എളിമപ്പെട്ട് അവനങ്ങോട്ട് ശരിക്കും ദൈവത്തിന് മുമ്പിൽ അങ്ങോട്ട് തന്നെ വെറുമയാക്കി. എന്നിട്ട് അവൻ്റെ പാദത്തിങ്കൽ താണ് വീണ് പറഞ്ഞു, സാഷ്ടാംഗം വീണ് പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. തൽക്ഷണം യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അപ്പൊ തന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. ലോത്തിന്റെ ഭവനത്തിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വരുമ്പോൾ എങ്ങനെയാണ് ലോത്ത് സ്വീകരിക്കുന്നത്? 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? വൈകുന്നേരമായപ്പോൾ 2 ദൂതന്മാർ സോദോമിലേക്ക് ചെന്നു. ലോത്ത് നഗരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റെ താണ് വണങ്ങി പറഞ്ഞു, യജമാനന്മാരെ, ഈ ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ വസിച്ചാലും. നോക്കുക, ആ പെരുമാറ്റ ശൈലി, ആ ഇടപെടൽ രീതി, നിലം പറ്റെ താണ് വണങ്ങി, യജമാനന്മാരെ ദയവ് ചെയ്ത് വീട്ടിലേക്ക് വരണമേ, ഇന്ന് രാത്രി ഞങ്ങളോടുകൂടെ താമസിക്കണം. എളിമപ്പെട്ടുള്ള സംസാരം, എളിമപ്പെടുന്ന ഹൃദയം, എളിമപ്പെടുന്ന രീതികൾ, അത് അങ്ങേയറ്റം അവൻ്റെ വാക്കുകളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കി പ്രീതികരമാക്കി മാറ്റി. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ചെറുതാക്കി, ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ തീരെ ചെറിയവര്, ഞങ്ങൾ നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത ചിതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. ഏറ്റുപറഞ്ഞ് എളിമപ്പെടുന്ന മക്കളെ എളിമപ്പെടുന്നിടത്തെല്ലാം കൃപ ദൈവം ചൊരിയും. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങാണ് വലിയവൻ, അവിടുന്നാണ് മഹത്വമുള്ളവൻ, അവിടുന്നാണ് സൃഷ്ടാവ്, അവിടുന്നാണ് രാജാവ്, അവിടുന്നാണ് സർവശക്തൻ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസര ഞങ്ങൾ, കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസര ഞങ്ങൾ, ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ദൈവമേ, ക്ഷണം നേരം കൊണ്ട് ഛിന്നഭിന്നമായി തവിടുപൊടിയാവുന്ന നിസ്സാരമായ ജീവിതങ്ങളാണ് ഞങ്ങളുടെ എളിയ ജീവിതങ്ങൾ. കരുണ തോന്നണമേ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചത് ഏറെ പെരുന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം
യേശുവിന് മഹത്വം മഹത്വം യേശുവിന് വലിയ സ്നേഹത്തോടെ. മഹത്വം മഹത്വം യേശുവിന് മഹത്വം മഹത്വം യേശുവിന് മഹത്വം മഹത്വം യേശുവിന് മഹത്വം മഹത്വം യേശുവിന്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അഹങ്കാരത്തിന്റെ കോട്ടകളെ തകർക്കണമേ കർത്താവേ. രാഷ്ട്രീയം, തന്നിഷ്ടം, താൻപോരിമഭാവം, വിധേയത്വമില്ലായ്മ, ഹൃദയകാഠിന്യം അങ്ങയുടെ കൃപ കൊണ്ട് നിറച്ച് വിശുദ്ധീകരിക്കണമേ, എളിമപ്പെടുത്തണമേ. ദൈവസന്നിധി ചെറുതാകാനുള്ള കൃപ നൽകണമേ. അങ്ങയെ മഹത്വപ്പെടുത്താൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുലിഖിതം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ മാറാനാത്ത. Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം എളിമപ്പെടുത്താം. ദൈവമേ, ഞാനൊരു പാവ മനുഷ്യനാണ്, തീരെ നിസ്സാരനാണ്. അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ നിലയിലായിരിക്കുകയാണ്. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വന്നുപോയ അഹങ്കാരത്തിനെല്ലാം മാപ്പ് ചോദിക്കാം. രോഗികൾ രോഗാവസ്ഥയിൽ ഈശോയെ നോക്കി കരഞ്ഞു വിളിക്കണം. അവിടുന്ന് അരികിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കൈകൾ ഈശോയുടെ പക്കലേക്ക് ഇപ്പോൾ ഉയർത്താം. കുട്ടികളെ, ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. അനേക സിസ്റ്റേഴ്സും വൈദികരും തിരുസഭാ ശുശ്രൂഷകരും ഇപ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി കരഞ്ഞു വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗികളുടെ മേൽ ശക്തി ഒഴുക്കണമേ, തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ, നാശാവശിഷ്ടങ്ങളെ ഉയർപ്പിക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന.